ഇവർ നമുക്കായി യാതയിൽ വിത്തുമുളപ്പിച്ചവർ, അന്നമൊരുക്കിയവർ. ഇവർ വിശ്വമാനവർ, സ്നേഹദായകർ. നമ്മുടെ അന്നവിത്തുകൾ ചുട്ടുകരിച്ചവർ, അന്ധകവിത്തുകൾ വിറ്റ് ഭക്ഷണമില്ലാതാക്കി നമുക്കായി ശാസ്ത്രമുണ്ടാക്കിയവർ, കലപ്പയും തോണിയും ചക്രവണ്ടിയും വായുവിമാനവും ഉണ്ടാക്കിയവർ, നമ്മുടെ ജീവിതങ്ങളിൽ ചിരയുടെയും സന്തോഷത്തിന്റെയും കൊടുമുടികൾ തീർത്തവർ. ഇവരെ ആയുർവേദവും കൈവേദവും കഥകളും കുറിച്ചപ്പെടുത്തുന്നു. അണുശക്തിയും പ്രസിദ്ധീകരണായുധങ്ങളും ഉണ്ടാകും. നിനക്ക് ഞാൻ പണവും പറുദീസവും
തൈ പോലും ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഈ അന്തർവിത്തുകൾ നമുക്ക് വേണോ? വേണ്ട, നമുക്കിത് വേണ്ട. പ്രകൃതി നമുക്കായി കാത്തു സൂക്ഷിച്ച നാളെയുടെ വിത്തുകൾ നമുക്ക് സംരക്ഷിക്കാം. മരിക്കുന്ന ഈ ഭൂമിയെ തള്ളിയണിയിക്കാൻ ഇനി നിങ്ങൾ യുവതയുടെ കരങ്ങൾക്കാണ് കഴിയുക. ലോകം പച്ചപ്പണിയട്ടെ, ഹരിതാപം നമ്മുടെ മനസ്സിൽ നിറയെ, മനസ്സും നാടും അമലമാകട്ടെ. പാലയാണ് ഇവിടെ വരാൻ പോകുന്നത്. വികസനം മറ്റു രാജ്യങ്ങളെക്കാൾ ഒരിച്ചുകൂടെ മുന്നിലെത്താൻ ആകാശത്തോളം ഓരോടെ മാറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. തീ പിടിച്ച വിലയായിരിക്കും. 16 വരി പാത വരുമ്പോൾ ഈ മരം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. മരങ്ങളെല്ലാം വെട്ടിമാറ്റിയാണ് ഞാനെന്റെ സ്വപ്ന സൗധം നിർമ്മിക്കാൻ പോകുന്നത്. ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുമ്പോൾ റോഡിന് ആവശ്യത്തിലധികം വീതി കിട്ടും. ഈ കാടിന്റെ സ്ഥാനത്ത് നാളെ ഒരു മെട്രോ സിറ്റി വരും. ഈ വെട്ടുന്നത് നിന്റെ കുഴി തന്നെയാണ്. മരമില്ലെങ്കിൽ മനുഷ്യനുമില്ല. മണ്ണൊലിപ്പും ഓസോൺ പാളിയിലെ വിള്ളലും ഇതിന്റെ ചേരികളുടെ പ്രിയ, ഇത് കാടിന്റെ വിലാപത്തിന്റെ കഥ. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഞാൻ ആ കാതന്റെ കോഴികളില് വേസ്റ്റുമായിട്ട് കിടന്ന് കറങ്ങുക. അതേതായാലും തോട്ടി തട്ടിട്ട് കപ്പേനമ്മ വരാം. പിന്നെ ആടിന്റെ എല്ലുമുണ്ടാവും, വേറെ വേറെ ചാത്തിക്കെട്ട് വെക്കണം കേട്ടോ. അതേതായാലും കാര്യം കളയാനേ പറ്റും. ഞാനങ്ങോട്ട് വിളിക്കാം. ശുചിത്വവും ആരോഗ്യ പരിപാലനവും ലോകത്തെ പഠിപ്പിച്ചു. ലോക മാതൃകയെ ഇക്കണ്ട കാഴ്ചയിലെ കഥാപാത്രം നിങ്ങളല്ലേ 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 വീടുകൾ ചായം തേച്ച് മിനുക്കിയിട്ടും ഇഞ്ചയും നാൽപ്പാമ്പരവും പിയേഴ്സും പതപ്പിച്ച് തേച്ച് കുളിച്ചിട്ടും സെന്റും പൗഡറും പൂശിയിട്ടും പത്താസുകാരാ എന്ത് കാര്യം? കസ്തൂരി മഞ്ഞൾ നീരാട്ടിന് എന്തർത്ഥം? കിട്ടി പുഷ്പണ്ടവേ, നിനക്കറിയാം നീ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഈ ഭൂമിയെ രോഗാണു കേന്ദ്രമാക്കുന്നത്. നിനക്ക് രോഗങ്ങൾ വരുത്തുന്നത്, നിന്നെ കുന്നോടെ കുന്നൊടുക്കുന്നത്. നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മുഖം ഇരിക്കിയിട്ടും വീടിന് ചുറ്റും കുന്നിരിക്കാൻ പറ്റിയിട്ടും വാസനതയിലും തളിച്ചിട്ടും കാര്യമില്ല. നിന്റെ മനസ്സിലെ മാലിന്യങ്ങളാണ് മാറേണ്ടത്. നമ്മുടെ വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കണം. അത് വലിച്ചെറിയുന്നത് നിന്റെ മരണം കൊണ്ടുവരാൻ കഴിയും. സായിപ്പ് വിരണ്ടോടിയ തന്റെ നാട്ടിലേക്കായിരുന്നുവെങ്കിൽ നീ വിരണ്ടോടുന്നത് മരണത്തിലേക്കാണെന്ന് അറിയുക. നമുക്ക് ഈ കാഴ്ച കൂടി കാണാം. നമുക്ക് ഒരുമിച്ച് ആശംസിക്കാം. പുരുഷാരമേ, നീ തെരുവായ തെരുവല്ല, മാലിന്യ
നമ്മുടെ ഭൂമിയുടെ കഥ. സംരക്ഷിക്കേണ്ടതിന്റെ കടമ നമുക്ക് ഓരോരുത്തർക്കുമാണ്. കൂട്ടായി ചേർന്ന് ഒന്നിച്ച് നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഒരു പ്രതിജ്ഞ ചെയ്യാം. ഭൂമി എന്റെ അമ്മയാകുന്നു. ശുചിത്വബോധം ഈശ്വരബോധം തന്നെയാണെന്നറിവിനാൽ എന്റെ ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകൾ പരിസര വൃത്തിയുടെയും ശുചിത്വത്തിന്റെയും സാമൂഹിക അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടുള്ളതും അതിനെ പ്രവൃത്തിയിലും വിചാരത്തിലും സാക്ഷാത്കരിക്കുന്നതും എന്നെന്നും നിലനിർത്തുന്നതുമായിരിക്കും. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.